വെള്ളിയാഴ്ച രാത്രി 11:30 വളാഞ്ചേരി കോഴിക്കോട് റോഡിലെ പരാഗ് ഷോപ്പിന് സമീപം ഇടുങ്ങിയ ഭാഗത്തുകൂടി യാസർ അറഫാത്ത് കാറോടിച്ചു പോകുമ്പോഴാണ് സംഭവം. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന രണ്ട് യുവാക്കളോട് യാസർ വഴിമാറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വഴിമാറാൻ തയ്യാറാകാതിരുന്ന യുവാക്കൾ റോഡിൽ വെച്ച് അക്രമാസക്തരാവുകയായിരുന്നു. തുടർന്ന് കാറിനു മുന്നിലേക്ക് കയറി നിന്ന് ഭീഷണിപ്പെടുത്തിയ യുവാക്കളുടെ അടുത്തുനിന്നും വണ്ടി റിവേഴ്സ് എടുത്തു മാറ്റാൻ യാസർ ശ്രമിച്ചു. ഈ സമയം അക്രമികളിലൊരാൾ കാറിന്റെ ഇടതുവശത്തെ ഡോറിലേക്ക് ഇടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. തുടർന്ന് രണ്ടാമത്തെയാൾ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് കാറിന്റെ ചാവി ബലമായി ഊരിയെടുക്കുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് അക്രമികളിൽ നിന്നും യാസറിനെ രക്ഷപ്പെടുത്തിയത്. ഭയന്നുപോയ യാസറിനെ ഓട്ടോ തൊഴിലാളികൾ തന്നെയാണ് പിന്നീട് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചത്. സംഭവമറിഞ്ഞ വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് സ്പെയർ കീ ഉപയോഗിച്ചാണ് യാസറിന്റെ വാഹനം വീട്ടിലേക്ക് മാറ്റിയത്. ഇന്നലെ ഉണ്ടായത് ഞാനിവിടുന്ന് എൻ്റെ ഓഫീസിലാണ്. ഇത് ഒരു 11:15 ഞാൻ ആധാരത്തിൻ്റെ കുറച്ച് വർക്കൊക്കെ തീർത്ത് 11:15 ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ഈ റോഡിന് ഇത് നേരെ ചെല്ലുന്ന കോഴിക്കോട് റൂട്ടിലാണല്ലോ, നമ്മളെ പിന്നെ പരാഗിൻ്റെയും ബാറിൻ്റെ ഒക്കെ സൈഡിലുള്ള ഇടുങ്ങിയ റൂട്ടിനാണ്. അപ്പോൾ അവിടെ ബാർക്ക് വരുന്ന വണ്ടികളുണ്ട്, അപ്പുറത്തെ കടയ്ക്ക് വരുന്ന വണ്ടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കാറേറ്റ് പോകുമ്പോൾ ഞാൻ പോണ സമയത്ത് രണ്ട് പയ്യന്മാർ മുന്നിൽ കൂടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓണടിച്ചു. ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണല്ലോ ഓണടിക്കുന്നത് വാഹനത്തിൻ്റെ. ഓണടിച്ച സമയത്ത് ഇവൻ മാറാതെ എന്നോട് ആക്രോശിക്കുക ചെയ്തത്. വീണ്ടും ഞാൻ മുന്നോട്ട് പോകണം. അപ്പോൾ ക്യാമ്പസിൻ്റെ ഏകദേശം മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും അവിടെ എത്തിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു, നേരെ ആ ക്യാമ്പസിൻ്റെ അവിടെ എത്തിയപ്പോൾ ആക്രോശത്തോടു കൂടി ഒരു അക്രമകാരിയായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ കല്ലൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു, വണ്ടി റിവേഴ്സ് എടുക്കുകയാണ് ബാക്കിലേക്ക്. എൻ്റെ ഒരു ഭയമുണ്ട്, ഞാൻ ഒറ്റക്കാണല്ലോ വണ്ടിയിൽ. പിന്നെ അവൻ നേരെ തിരിച്ച് വന്ന് ലെഫ്റ്റ് സൈഡിലെ ഡോറ് ഇടിക്കുകയാണ്. ഇടിച്ചപ്പോൾ ഞാൻ എന്താ വിഷയം എന്ന് ചോദിച്ച സമയത്തേക്ക് എൻ്റെ കോളറിനും ഇവിടെ ഇടിക്കാനും കോളറിനും പിടിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇയാൾ വലിയ മദ്യലഹരിയിലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇയാൾ ഒരു ലഹരി പദാർത്ഥമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങളുണ്ട്. പക്ഷേ ഈ സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ ഇവിടെ ചായ കുടിക്കാൻ വന്ന കുറേ ആൾക്കാരുണ്ട്, അവിടെ കുറേ പിന്നെ യാത്രക്കാരായ ആളുകളുണ്ട്, ഇവരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സമയമായപ്പോഴേക്ക് പുറത്തുകൂടി വേറൊരാൾ വരും. അപ്പോൾ എൻ്റെ ഈ സൈഡിലെ ഡോറും ആ ഡോറും കൂടെ ഞാൻ ഈ വിഭ്രാന്തിയിൽ താത്തുന്ന സമയത്ത് ഇതിൻ്റെ ചാവി ഊരി. ഒരു ചാവി അയാളെ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഞാൻ കേസുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇയാളപ്പോത്തിന് വേറൊരാൾ വലിച്ചു കൊണ്ടുപോയി. ഞാൻ ഈ ചാവി ഊരിയ ആളോട് എൻ്റെ വണ്ടിക്ക് മുന്നോട്ട് പോകണമല്ലോ, ചാവിയില്ല. ഞാനൊരു ഭിന്നശേഷിക്കാരനും കൂടി ആയതുകൊണ്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ളതുകൊണ്ട് എനിക്ക് ചാവില്ല. അപ്പോഴേക്ക് ഓട്ടോ തൊഴിലാളികളായ ആളുകൾ വന്നു. ആ ആളുകളൊക്കെ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, നാട്ടുകാരിറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഒരു ഓട്ടോ തൊഴിലാളിയാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയ സമയത്തേക്ക് എനിക്ക് ചാവി ഇട്ടില്ല. അപ്പോഴേക്ക് പോലീസ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചു വന്നു. വീട്ടിലത്തെ ഒരു സ്പെയർ ചാവി പോലീസ് പറഞ്ഞു, നൈറ്റ് പട്രോളിംഗ് നടത്തുന്ന പോലീസാണ് വന്നത്. അവർ പറഞ്ഞു വണ്ടി ഇവിടെ ഇടണ്ട, ഇത് റോഡാണ്, വഴി ബ്ലോക്കായി കിടക്കുകയാണ്, അതുകൊണ്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി മേഖലയിൽ വലിയ ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ കേസുകളിലൊക്കെ പ്രതിയായ ആളുകൾ വരെ പിന്നെ എങ്ങനെയാണ് അക്രമകാരികളാവുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം പോലും വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും നടന്നു പോകുന്ന പിന്നെ കുട്ടികളുടെയൊക്കെ നേരെ വരുന്നുണ്ട്. അപ്പോൾ പകലാവണം രാത്രിയാണെന്നും വ്യത്യാസമില്ല. വളാഞ്ചേരി മേഖലയിൽ വലിയ രീതിയിൽ ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞെന്നും കൊട്ടേഷൻ ടീമുകളെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും യാസർ പറയുന്നു. തന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ ലഹരി സംഘത്തിനെതിരെ ശക്തമായ കേസുമായി മുന്നോട്ടു പോകാനാണ് യാസറിന്റെ തീരുമാനം. വളാഞ്ചേരിയിൽ സമാനമായ പല വലിയ കേസുകളിലും ഉൾപ്പെട്ട പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ടെന്നും ഇതിന് കടിഞ്ഞാണിടേണ്ടത് പൊതുസമൂഹത്തിന്റെയും നിയമ സംവിധാനത്തിന്റെയും അടിയന്തര ആവശ്യമാണെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാ versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്,
നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry.